ഉണ്ട്. ഞാൻ വിളിക്കാം, തന്നെ വിളിക്കാം, വൈകിട്ട് വിളിക്കാം. ആ ആ ആ ശരി. എവർക്കും ബയോമെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് KSE ലിമിറ്റഡിൽ നമ്മൾ 13 വർഷം മുമ്പ് വെച്ചൊരു പ്ലാന്റാണ്. KSE ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുടത്തെ ഫേമസ് ഒരു കാലിത്തീറ്റ കമ്പനിയാണ്. അവരുടെ ഒരു ബ്രാഞ്ച് സ്വാമിനാഥപുരം പൊള്ളാച്ചി പഴനി റൂട്ടിൽ നിലവിലുണ്ട്. അവിടെയാണ് നമ്മൾ പ്ലാന്റ് വെച്ചത്. അവിടുത്തെ ഒരു മെയിൻ്റനൻസ് വീഡിയോ ആണ്. ഒരു 2 വർഷമായിട്ട് അവർ കോവിഡ് സംബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് പ്ലാന്റ് പരിപാലനം വളരെ മോശമായിരുന്നു, തീരെ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വീഡിയോ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ പാച്ചിങ് വീഡിയോ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡ്രം റിലീസിംഗ് ആണ്. ഇവിടെ ഓൾറെഡി അവർ ഡ്രം റിലീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, സൈഡിലെ വെള്ളം വറ്റിക്കുന്നു, നമ്മൾ ഡ്രം റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ വേസ്റ്റ് ഫുള്ളായിട്ട് നമ്മൾ കളയുന്നത്. വേസ്റ്റ് കളയുമ്പോൾ നമുക്ക് അവിടെ ഓൾറെഡി ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അവരുടെ കോമൺ ഡ്രെയിനേജ് സോക്ക്പിറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ഫുള്ളായിട്ട് അതിലേക്ക് തന്നെ കളയുന്നത്. പിന്നെ അവർ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഴിയും കുഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഴിയിലേക്കാണ് നമ്മൾ വേസ്റ്റ് ആദ്യം ഇടുന്നത്. കുഴി ഇപ്പോൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് ഇടാനായിട്ട് അവർ ഓൾറെഡി അവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേസ്റ്റുകൾ നമ്മൾ കോരി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ വെള്ളം അടിക്കാതെ തന്നെ കട്ടിയുള്ള വേസ്റ്റ് റിമൂവ് ചെയ്യുക. കട്ടിയുള്ള വേസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്നുണ്ടെങ്കിൽ, നമ്മൾ വെള്ളം അടിക്കുമ്പോൾ ഒന്നാമതിന് ടാങ്ക് എന്തെങ്കിലും ഡിഫക്ട്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലീക്കായി പോകും. അല്ലാത്ത പക്ഷം നമുക്ക് വെള്ളം ലാസ്റ്റ് കോരി കളയാവുന്നതാണ്. വെള്ളം അടിക്കുന്തോറും നമുക്ക് ടാങ്കിൻ്റെ വെയിറ്റ് കൂടും, പിന്നെ പണി ഇരട്ടിയാവാനാണ് സാധ്യത. അത് കഴിഞ്ഞിട്ട് ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ കാണുന്ന പോലെ ടാങ്ക് ഫുള്ളായി ചെരിച്ച് അതിൽ വെള്ളം വറ്റിച്ചതിന് ശേഷം വീണ്ടും ടാങ്ക് അടിച്ച് കഴിയും. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ക്രാക്കുകളോ പാച്ചുകളോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ നമ്മൾ വെള്ളം ലോഡ് ചെയ്ത് കഴിയുമ്പോഴാവും നമുക്ക് ഇതറിയാൻ പറ്റുന്നത്. ഇതിൽ നമ്മൾ ഓൾറെഡി ചാണകം നിറച്ചു. ചാണകം നിറയ്ക്കുമ്പോൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ പാച്ചിങ് ഇല്ല. പാച്ചിങ് വരുന്നത് ഉണ്ടായിരുന്നത് ഇൻലെറ്റിലായിരുന്നു. ഇൻലെറ്റിൻ്റെ ഇവിടെയായിരുന്നു പാച്ചിങ്. അതുപോലെ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറിലാണ് നമുക്ക് പാച്ചിങ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ ക്രാക്ക് പാച്ച് ചെയ്യുന്നതാണ്. ഇൻലെറ്റ് റിമൂവബിൾ ഇൻലെറ്റ് ആയിരുന്നു നമ്മൾ ആദ്യം ചെയ്തിരുന്നത്. അതിൻ്റെ ഉള്ളിലെ കുറച്ച് ക്രാക്കുകളും അതൊക്കെയാണ് നമ്മൾ ആദ്യം പാച്ച് ചെയ്യുന്നത്. പിന്നെ ഉള്ളിൽ നമ്മൾ ടച്ച് ചെയ്തപ്പോൾ ക്രാക്കുകളില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ ധൈര്യമായിട്ട് ചാണകം ഫീഡ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മിക്സിംഗ് ആണ്. മിക്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ എല്ലാ പ്രോസസ്സ് പോലെ തന്നെ നമ്മൾ ഡ്രമ്മും മുകളിലിടും. ഡ്രമ്മും ഇതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്തതാണ്. ഉള്ളിൽ വേറെ പാച്ചുകളോ അല്ലെങ്കിൽ ക്രാക്കുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത് 13 ഇയേഴ്സായി. ഇപ്പോൾ ഇതാണ് നമ്മുടെ വാറണ്ടി. പഴയ മോൾഡാണ്. ഇതിന് കുറച്ച് വേരിയബിൾ മോഡലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബയോമെക് 40 അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം ഇത്രയാണ്. മാനുഫാക്ചറിങ്ങും പാച്ചിങ്ങും ഇത്രയാണ്. ഇതാണ് നമ്മുടെ ഒരു മെയിൻ്റനൻസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കിറ്റ് കയ്യിൽ കരുതുകയാണ് ചെയ്യുന്നത്. ക്രാക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കിറ്റ് എപ്പോഴും കയ്യിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, താങ്ക് യു.